അനർത്ഥവും ദോഷവും നിറഞ്ഞ ലോക സാഹചര്യത്തിൽ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്നു. 121 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. അതെ, ജീവിതത്തിൻ്റെ ഏത് നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ജീവൻ യഹോവയുടെ കൈകളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അതെ, 1 ദിനവൃത്താന്തം 4 അധ്യായം അതിൻ്റെ 10 വാക്യം. യബ്ബേസ് ദൈവസന്നിധിയിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തോടടുത്ത് ചെല്ലുകയാണ്. 1 ദിനവൃത്താന്തം 4:10. ഒരനർത്ഥവും നിനക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കേണമേ എന്ന് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെ, നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അവൻ അപേക്ഷിച്ചതിനെ അവന് നൽകുവാനിടയായി തീർന്നു. അതെ, ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ദുഃഖം നിറഞ്ഞവരായി, വേദനകൾ നിറഞ്ഞവരായി, പ്രതീക്ഷിക്കാത്ത കഷ്ടവും ഭാരവും അലട്ടപ്പെടുന്നവരായി നാം ജീവിക്കുന്നുവെങ്കിൽ യബ്ബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നിഷ്കളങ്കതയിൽ, സത്യസന്ധതയിൽ, ആത്മാർത്ഥതയിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിപ്പാൻ സർവശക്തനാണ്. സെഫന്യാവിൻ്റെ പുസ്തകം 3 അധ്യായം 15 വാക്യം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ മധ്യേ ഇരിക്കുന്നു, ഇനി നീ ഒരനർത്ഥവും കാണുകയില്ല. അതെ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഒരനർത്ഥവും കാണാതെ വണ്ണം അവൻ നമ്മെ പരിപാലിക്കും. നമുക്ക് അനർത്ഥം വരുത്തുന്ന ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ചില സമയങ്ങളിൽ പിശാച് അപ്രകാരമാകുന്ന കെണികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യെശയ്യാപ്രവചനം 11:9 പറയും പ്രകാരം സമുദ്രം വെള്ളം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെയും ഇങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. അതെ, ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവ പൈതലുമേ നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിഞ്ഞാൽ അതുപോലും കർത്താവ് അറിയുന്നു. കാരണം ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 20 വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഇരുന്ന് ദൈവം നമ്മെ വഴി നടത്തുന്നു. അതുകൊണ്ട് അനർത്ഥങ്ങൾ, ആപത്തുകൾ, പ്രതിസന്ധികൾ ഒക്കെ കടന്നു വന്നാലും കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. അതെ, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അതിൻ്റെ 20 വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അതെ, ദൈവഭക്തനാകുന്ന യോസഫിനെ സംബന്ധിച്ചിടത്തോളം പല ഗൂഢാലോചനകളും തൻ്റെ സഹോദരന്മാർ നടത്തി. എന്നാൽ അവർക്ക് രക്ഷ വരുത്തേണ്ടതിന് അവർക്ക് മുൻപേ ജോസഫിനെ ദൈവം മിസ്രയീമിലേക്ക് അയച്ചു. അവർക്ക് സംരക്ഷണം കൽപ്പിച്ചതുപോലെ നമ്മളുടെയും ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി പലതും സംഭവിക്കുമ്പോൾ നാം കരുതാറുണ്ട് ഇത് ദോഷത്തിന് മാത്രമേ ഉതകൂ എന്ന്. എന്നാൽ ദൈവം ചിലത് മുൻകണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ച് ഉണരുന്നവരായി നാം തീരുന്നുവെങ്കിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിക്കും.